സാരി ബ്ലൗസ് തയ്ക്കാനുള്ള ഒരു ഈസി മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം എനിക്ക് വന്നൊരു കമൻറ്റാണ്, സാരി ബ്ലൗസ് തയ്ക്കാൻ ബാക്ക് പോർഷൻ്റെ അളവ് മാത്രം പോരാ, ഫ്രണ്ടിലാണ് കൂടുതൽ അളവ് വേണ്ടത് എന്നുള്ളത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഫ്രണ്ട് അളവ് നമുക്ക് ഫ്രണ്ടിൽ പീസിൽ ഒരളവ് എന്ന് പറഞ്ഞ ഒരളവില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ. ഈ ബാക്ക് പീസിൻ്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത്. ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര ശരിയാകാത്തവർക്കും ബ്ലൗസ് ശരിയായി കിട്ടും. അതിനായിട്ട് നമ്മൾ എത്ര ലെങ്ത് ആണോ നമ്മുടെ വേണ്ടത്, അപ്പോൾ ഷോൾഡറിൽ നിന്ന് താഴത്തോട്ട് നമുക്ക് വേണ്ട ലെങ്ത്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അളവ് എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് പോർഷൻ കൂട്ടിയുള്ള അളവ്, അതായത് ബ്രസ്റ്റ് അളവാണ് നമുക്ക് വേണ്ടത്. ആ അളവിൻ്റെ 4/1 ഭാഗം എടുക്കുക. 4/1 ഭാഗം എടുത്തിട്ട് അതിൻ്റെ കൂടെ പ്ലസ് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമുക്ക് ചെസ്റ്റിൻ്റെ ആ ഭാഗം, അതായത് കൈക്കുഴി വരുന്ന ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുക്കുക. നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ ഇടുന്നെങ്കിൽ 2 ഇഞ്ച് എക്സ്ട്രാ ഇടുക. 1.5 ഇഞ്ചാണെങ്കിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ ഇടുക. അതായത് നമ്മുടെ വണ്ണം എത്രയാണോ കിട്ടുക, ഇപ്പോൾ 38 ആണെങ്കിൽ 38ൻ്റെ 4/1 പ്ലസ് തയ്യൽ തുമ്പ്, അങ്ങനെ നമ്മൾ ഈ ഭാഗം അടയാളപ്പെടുത്തുന്നു. അടിവണ്ണവും അതുപോലെ തന്നെയാണ്. നമുക്ക് എത്രയാണോ നമ്മുടെ വണ്ണം കിട്ടിയത് അതിൻ്റെ 4/1 ഭാഗം പ്ലസ് തയ്യൽ തുമ്പ് അടിവണ്ണവും അടയാളപ്പെടുത്തുക. ലൂസ് ഒന്നും വേണ്ട കേട്ടോ. പിന്നെ ഷോൾഡർ എടുക്കുമ്പം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ അളവ് എത്രയാണോ അതിൻ്റെ പകുതിയിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഷോൾഡർ അളവ് അടയാളപ്പെടുത്തുക. നെക്കൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ നെക്കിന് ലെങ്ത്തും വിഡ്ത്തും കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഷോൾഡർ ഇങ്ങോട്ട് നീക്കി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മളിങ്ങനെ ഈ എത്ര അളവുകളേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ആ കൈക്കുഴിയെ നമ്മൾ ഷോൾഡർ കൊടുത്ത അതേ അളവ് തന്നെയാണ് നമ്മൾ കൈക്കുഴിക്ക് താഴത്തോട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരളവും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് നമ്മൾ ഈ ബാക്ക് പീസ് വെട്ടിയെടുത്തതിന് ശേഷമാണ് നമുക്ക് ഫ്രണ്ട് പീസ് നമ്മൾ ആ പീസയിലേക്ക് വെച്ച് വെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് വേണ്ട ലെങ്ത്ത്, പിന്നെ ചെസ്റ്റ് അളവ് പ്ലസ് തയ്യൽ തുമ്പ്, ലൂസ് ഒന്നും വേണ്ട. എന്നിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ട് ബാക്കി, അതായത് ഈ ബാക്ക് പീസ് വെട്ടിയെടുത്തതിൻ്റെ ബാലൻസ് പീസ് ഉണ്ട്. ഇത് 1 മീറ്ററിൻ്റെ തുണിയാണ്, ലൈനിങ് പീസാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് തുണിയിലേക്ക് നമ്മളിത് ക്രോസ് വേണ്ടവർക്ക് ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ക്രോസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നേരെ വേണ്ടവർക്ക് നേരെ വെച്ചാലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ക്രോസ് വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ 2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കണം. ഇതുപോലെ 2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കണം. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ബാക്കി എല്ലാം അടയാളപ്പെടുത്തുവാണ്. ഷോൾഡറും എല്ലാം ഇവിടെ വരുമ്പോൾ 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് അത് നേരെ താഴത്തോട്ട് വരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുവാണ്. നെക്കിന് പിന്നെ നമുക്ക് ബാക്കിൻ്റെ അത്രയും ലെങ്ത്ത് വേണ്ടാത്തതുകൊണ്ട് നമുക്ക് വേണ്ട അളവിൽ 6, 6.5, 7 വേണ്ട സാരി ബ്ലൗസിന് ആ ഒരു ലെവലിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി വരച്ചെടുത്തു. അടിവശം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ടക്ക് വരുന്നതിൻ്റെ നേരെ താഴെ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് വേണ്ട, അങ്ങനെ ഇട്ടിട്ട് ഈ ഭാഗം നമ്മൾ 1.5 ഇഞ്ചാണ് മുകളിലോട്ട് കയറ്റി അടയാളപ്പെടുത്തിയേക്കുന്നത്. പിന്നെ കൈക്കുഴി നമ്മൾ 1/2 ഇഞ്ച് കയറ്റി വരയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ബ്ലൗസ് റെഡി തന്നെ തയ്ക്കണം, അങ്ങനെയല്ല, അളവുകൾ റെഡിയായി. ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കേൾക്കുമ്പം നമുക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഞാനൊരു 18-19 വർഷം ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ്. ഞാൻ വേറെ ഒന്നും നമ്മൾ പഠിച്ച രീതിയല്ലേ നമ്മൾ ചെയ്യത്തുള്ളൂ. മാറ്റി ചെയ്യാനായിട്ട് നമുക്ക് ആ രീതി ശരിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മാറ്റി പിടിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി കമൻസുകൾ ഒത്തിരി വരുന്നുണ്ട്. എന്നു വെച്ചാൽ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ബ്ലൗസ് തയ്ച്ചു ശരിയായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.